ഫോറസ്റ്റ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് പാർട്ട് 8. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് കാണാം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, കൺസോൾട്ടേഷൻ. ഒരു ചാർട്ടിലേക്ക് പോയിട്ട് എങ്ങനെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം, ട്രെൻഡ് ബേസ് എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോസിൽ ചർച്ച ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വീഡിയോസിലേക്ക് പോവാം. നമ്മളൊരു ചാർട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് പ്രൈസ്, ഒന്ന് ടൈം. ഇവിടെ ഞാനൊരു ഗ്രീൻ ലൈന് വരച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് താഴെയുള്ളതാണ് ടൈം. ഒരു റെഡ് ലൈനും കൂടി വരച്ചിട്ടുണ്ട്. ഈ റെഡ് ലൈനിൻ്റെ റൈറ്റ് സൈഡിലാണ് പ്രൈസ്. മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ആണെന്ന് നോക്കാം. പ്രൈസ് ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് തരുന്നു. അതിനുശേഷം ഒരു റീട്രേസ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് തരുന്നു. വീണ്ടും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റും വരുന്നു. ഒരു റീട്രേസ്മെൻറ്റ് തരുന്നു. വീണ്ടും അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റും തരുന്നു. പ്രൈസ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആകുന്നത് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അപ്പ് സൈഡിലേക്ക് പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതേ സമയം പ്രൈസ് ഒരു ലോവർ ഹൈയും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഹയർ ഹൈയും അതേപോലെ തന്നെ ഒരു ഹയർ ലോയും തന്നിട്ടായിരിക്കും മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് വരുന്നുണ്ടാവുക. പ്രൈസ് ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ആകുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് ന്യൂസോ അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ബൈയിങ് ലെവൽസോ കൊണ്ട് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരുന്നു. ഇങ്ങനെ വരുന്ന ബൈയിങ്ങിൽ ഒരുപാട് ബയേഴ്സ് ആഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഈ ബയേഴ്സ് എല്ലാം ബൈ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് എക്സ്പെൻസീവ് പ്രൈസിലായിരിക്കും ഇത് ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. ബൈ എടുത്ത സ്ഥലത്ത് നിന്ന് ഒരുപാട് ഹൈയിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർ നോർമലി പ്രോഫിറ്റ് കാണാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് റിട്രേസ്മെന്റ് ആവും. ഈ സമയത്ത് കുറേ ആൾക്കാർ ഷോർട്ട് സെല് ചെയ്യാനുണ്ടാവും. അതായത് പ്രൈസ് ഡൗൺ സൈഡ് പോകുന്ന ഓപ്പർച്യൂണിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഷോർട്ട് സെല് ചെയ്യും. ഇങ്ങനെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് തരുന്നു. പ്രൈസ് ഒരു ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്ന് ബൈ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ലോ ക്രിയേറ്റ് ആയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഈ ലോൻ്റെയും ഹൈൻ്റെയും ഒരു 50% ലെവൽ എത്തലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. പ്രൈസ് ഓൾറെഡി ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഒരു എക്സ്പെൻസീവ് പ്രൈസിൽ നിന്ന് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് ആൾക്കാർ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കും. അങ്ങനെ ഒരു 50% എത്തുന്ന സമയത്ത് ആൾക്കാർ അവിടെ ഒരു ബൈയിങ് ലെവൽസ് കാണലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി വരുന്നു. വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ആ 50% ഏരിയന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ താഴെയെന്നോ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടലാണെന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ഹയർ ഹൈയും ഹയർ ലോയും ക്രിയേറ്റ് ആയിട്ട് അപ്പ് സൈഡിലേക്ക് പ്രൈസ് മൂവ് ആകുന്നത്. ഇനി മാർക്കറ്റിൽ എങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ആവും നോക്കാം. ഒരു ഹയർ ലെവലിൽ നിന്ന് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് ആയിരുന്നു. വീണ്ടും ഒരു പുൾ ബാക്ക് ആയിട്ട് അപ്പ് സൈഡിലേക്ക് ചെറിയൊരു മൂവ്മെന്റ് ആയിരുന്നു. വീണ്ടും പ്രൈസ് കണ്ടിന്യൂ ആയിട്ട് ഡൗൺ സൈഡ് വരുന്നു. ഒരു ചെറിയൊരു ഹൈ ക്രിയേറ്റ് ആകുന്നു. വീണ്ടും ഡൗൺ സൈഡ് വരുന്നു. പ്രൈസ് ഡൗൺ സൈഡ് വരുന്ന സമയത്ത് ഒരു ലോവർ ലോയും അതേപോലെ തന്നെ ഒരു ലോവർ ഹൈയും ക്രിയേറ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാകുക. വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ആക്കും, അതേപോലെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആക്കും. ഇതേപോലെ ഒരു ലോവർ ലോയും ലോവർ ഹൈയും ക്രിയേറ്റ് ആയിട്ടായിരിക്കും പ്രൈസ് ഡൗൺ സൈഡ് വരുന്നുണ്ടാകുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബൈയിങ്ങിൻ്റെ സെയിം ലോജിക്ക് തന്നെയാണ് ഈ ഡൗൺ ട്രെൻഡിലും അപ്ലൈ ആകുന്നത്. പ്രൈസ് ഒരു ഹയർ ലെവലിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് വരുന്നു. ഹയർ ലെവലിൽ നിന്ന് സെല്ല് ചെയ്തവർക്ക് ഡൗൺ സൈഡിൽ ഒരു എക്സ്പെൻസീവ് ലെവലിൽ എത്തുന്ന സമയത്ത് ഒരു പ്രോഫിറ്റ് കിട്ടുന്നു. ആ ലെവലിൽ എത്തുന്ന സമയത്ത് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. പ്രൈസ് ഒരു റിവേഴ്സലൊക്കെ കാണിക്കുന്നു. ആ സമയത്ത് കുറച്ചും കൂടി ബയേഴ്സ് ആഡ് ആവുന്നു. പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് വരുന്നു. നമുക്കിനി വീണ്ടും ഇനി ഒരു ഷോർട്ട് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്, നേരത്തെ ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതേപോലെ ഒരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ലോയിൻ്റെയും ഹൈൻ്റെയും 50% എത്തുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാവുന്നതാണ്. 50%ഓ അതിൻ്റെ എബവ് ആയിട്ട് നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടലാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ലോവർ ലോയും അതേപോലെ ഒരു ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോകുന്നത്. കൺസോൾട്ടേഷൻ എന്താണെന്ന് നോക്കാം. മാർക്കറ്റിൽ ഒരു സെയിം ഹൈയും സെയിം ലോയും മൾട്ടിപ്പിൾ ടൈം സെയിം ലെവലിൽ തന്നെ ട്രേഡ് നടക്കുന്ന സമയത്താണ് ഒരു കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ആകുന്നത്. കൺസോൾട്ടേഷന്റെ ലോജിക്ക് എന്താണെന്ന് നോക്കാം. മാർക്കറ്റിൽ ബയറിനും സെല്ലറിനും ഡയറക്ഷൻ ഇല്ലാത്ത സമയത്താണ് കൺസോൾട്ടേഷൻ മാർക്കറ്റ് ക്രിയേറ്റ് ആകുന്നത്. ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. അപ് ട്രെൻഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഹയർ ഹൈയും ഹയർ ലോയും ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ടാകുക. എപ്പോഴാണോ ഒരു ഹയർ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ട്രെൻഡ് റിവേഴ്സ് ആയെന്നുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്യാം. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ലോയും ലോവർ ലോയും ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ടാകുക. എപ്പോഴാണോ ഒരു ഹയർ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്
ആ സമയത്ത് നമുക്ക് അപ്സൈഡിലേക്കുള്ള ട്രേഡ്സ് നോക്കാവുന്നതാണ്. ട്രെൻഡ് ചേഞ്ച് ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ചാർട്ടിലേക്ക് പോയിട്ട് ഒരു അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും കൺസോൾട്ടേഷൻ എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. ചാർട്ടിലേക്ക് പോവാം. യൂറോ USDന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എങ്ങനെയാണ് ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടുള്ളത് നോക്കാം. പ്രൈസ് ഒരു ലോവർ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് ഒരു മൂവ്മെന്റ് വന്നു, വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അപ്സൈഡിലേക്ക് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. പ്രൈസ് മൂവ്മെന്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ച പോലെ തന്നെ ഒരു ഹയർ ഹൈയും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അപ്സൈഡിലേക്ക് മൂവ്മെന്റും വരുന്നത്. ഇവിടെ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോവർ ഹൈ പോലും ബ്രേക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തിയ സമയത്ത് അപ്സൈഡ് ഒരു ഹൈ ക്രിയേറ്റ് ആകാതെ സെയിം ഹൈയും ലോയും തന്നെ മൾട്ടിപ്പിൾ ടൈം ട്രേഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് അവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് കൺസോൾട്ടേഷൻ മാർക്കറ്റിന് ശേഷം നമ്മുടെ ഒരു ലോവർ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഒരു ലോവർ ഹൈയും അതേപോലെ ഒരു ലോവർ ലോയും ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എപ്പോഴും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ആയി പോകുന്ന സമയത്ത് ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് വരുത്താണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഈ ചാർട്ടിൽ നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ആണെന്ന് നോക്കാം. പ്രൈസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരുന്നു, ഒരു ലോവർ ലോ ക്രിയേറ്റ് ആകുന്നു, ലോവർ ഹൈ ക്രിയേറ്റ് ആകുന്നു, ഒരു ലോവർ ലോയും ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു 50% ഏരിയയിലേക്ക് മാർക്കറ്റ് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എടുക്കാണ്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എപ്പോഴാണോ ഒരു ലോവർ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ട്രെൻഡ് റിവേഴ്സലോ കൺസോൾട്ടേഷനോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നത് മാർക്കറ്റിൽ നോക്കാം. പ്രൈസ് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് മൂവ്മെന്റ് തന്നു, വീണ്ടും ആ സെയിം ലെവലിലേക്ക് തന്നെ വന്നിട്ട് അപ്സൈഡിലേക്ക് മൂവ്മെന്റ് തരുന്നു. ഒരു സെയിം ഹൈയും ലോയുമാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കലാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു സെയിം ഹൈയും ലോയും ആണെങ്കിൽ പോലും ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസും കാര്യങ്ങളും കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോ ഹൈയും അതേപോലെ തന്നെ ലോയും സ്വീപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു ഡൗൺ സൈഡിലേക്കോ ചെറുതായിട്ടൊരു മുകളിലോട്ടേക്കോ ഒരു മൂവ്മെന്റ് തന്നതിന് ശേഷമായിരിക്കും ഡൗൺ സൈഡിലേക്കും അപ്പ് സൈഡിലേക്കും മൂവ്മെന്റ് വരുന്നുണ്ടാകും. ഇങ്ങനെ ആയിരിക്കും ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ക്രിയേറ്റ് ആകുന്നുണ്ടാവുക. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെ മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ആവുന്നു, ഒരു ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ആവുന്നു, ഒരു കൺസോൾട്ടേഷന് ശേഷം എങ്ങനെ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു, ഒരു കൺസോൾട്ടേഷൻ എങ്ങനെ ക്രിയേറ്റ് ആവുന്നു, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് കാൻഡിൽസ്റ്റിക്സിനെ കുറിച്ചാണ്. കാൻഡിൽസ്റ്റിക്സിൻ്റെ ബേസിക്കും അതേപോലെ കാൻഡിൽസ്റ്റിക്സിൻ്റെ നെയിംസും കാര്യങ്ങളെല്ലാം നമ്മളതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്